ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ശിവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഇന്ന് പറയുന്ന കാര്യം, ഒരു നുള്ള് എള്ളു മതി, ശനീശ്വരൻ പെട്ടെന്ന് പ്രസാദിക്കും. അങ്ങനെ ഭഗവാൻ ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള അത്ഭുതകരമായ സമ്പത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. ഒരു നുള്ള് എള്ളുകൊണ്ട് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാം. അത് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ ജപിക്കേണ്ട ഒരു പ്രത്യേക മന്ത്രമുണ്ട്. ആ മന്ത്രം കൂടെ ജപിക്കുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു സത്പ്രവൃത്തി ആയിക്കോട്ടെ, ഒരു ദാനമായിക്കോട്ടെ, അപ്പോൾ ഒന്നുകിൽ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ വേണം അത് ചെയ്യാൻ. ഈ മൂന്നിലേതെങ്കിലും ഒരു രീതി ചെയ്താലേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഒരു ദാനം ചെയ്താലോ ഒരു പ്രവൃത്തി ചെയ്താലോ ഒന്നുകിൽ നമ്മുടെ മനസ്സപ്പം ആ ഈശ്വരനിൽ ലയിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഈശ്വര്യമായ ഏതെങ്കിലും അതിന് പറ്റിയ ഒരു മന്ത്രം ജപിക്കണം. അങ്ങനെ ഒരു പ്രത്യേക രീതി ചെയ്യുമ്പോഴാണ് ഒരു ദാനമായിക്കോട്ടെ, ഒരു വഴിപാടായിക്കോട്ടെ ഒക്കെ പെട്ടെന്ന് ഫലം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശനിയാഴ്ച ദിവസം വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യുമ്പോൾ ലളിതമായി ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു നുള്ള് എള്ളു മതി. ഇത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ചെയ്താൽ ശനീശ്വരൻ പെട്ടെന്ന് പ്രസാദിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും, എടാ ശനീശ്വരൻ പെട്ടെന്ന് പ്രസാദിച്ചാൽ എന്താണ് ഗുണം? അവിടാണ് ജീവിതത്തിൽ ഏറ്റവും അറിയേണ്ട കാര്യം. ശനി പിടിച്ചാൽ ഒരുത്തൻ്റെ കാര്യം, ആരുടെ കാര്യവും ശനി ആരെയും പിടിക്കും. ശനി ഹനുമാൻ സ്വാമിയെയും ഗണപതിയെയും വിളിക്കുന്നവരെ ഉപദ്രവിക്കാറില്ല എന്നാണ് ഐതിഹ്യം. ശനി നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ ഏതൊരു വ്യക്തിയെയും ശനി പിടിക്കും. പിന്നെ ഈശ്വരന്മാർക്കൊക്കെ അതിൽ നിന്നും അവർക്ക് തപശക്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി പിടിച്ചു കഴിഞ്ഞാൽ നട്ടം തിരിയും. അതായത് എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതായത് ശനി പിടിച്ചാൽ തൊഴിൽ മാറ്റം ഉണ്ടാകാം, തൊഴിൽ നഷ്ടപ്പെടാം, പുതിയൊരു തൊഴിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉറച്ചു നിൽക്കാൻ തടസ്സം ഉണ്ടാകാം, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും മുടക്കമുണ്ടാകാം, വീട്ടിൽ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പിന്നെ അല്ലാതെ വെളിയിലാണെങ്കിലും മറ്റുള്ളവരുമായിട്ട് വഴക്ക്, കേസ്, ജയില് എന്ന് വേണ്ട, അതുപോലെ തന്നെ ഭയങ്കര ദുരിതങ്ങളെ, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ എന്ന് വേണ്ട, തീരാ ദുരിതങ്ങൾ കൊടുക്കാൻ ശക്തിയുണ്ട് ശനിക്ക്. അതുകൊണ്ടാണ് ശനിയെക്കുറിച്ച് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ആ ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലോ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ അങ്ങ് മാറി നിൽക്കും. ഇത്യാദി ദോഷങ്ങളൊന്നും ബാധിക്കുകയില്ല. പിന്നെന്താണ്, ശനി അനുഗ്രഹിച്ചാൽ അത്ഭുതകരമായ സമ്പത്ത് വരും. ഇപ്പോൾ ഈ വടക്കേന്ത്യയിലേക്കൊക്കെ ചെന്ന ചില കോടീശ്വരന്മാർ അവർ ശനീശ്വരൻ്റെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സമ്പന്നരുണ്ട്. ശനിപ്രീതിക്ക് വേണ്ടി അവർക്കൊക്കെ ആ വലിയ സമ്പത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ശനീശ്വരന് പ്രീതി വന്നു കഴിഞ്ഞാൽ, അതിപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിലും നമ്മൾ ആ ശനീശ്വരന് പ്രീതികരങ്ങളാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ചില വ്യക്തികളെ ശനി ബാധിക്കാറില്ല, അവരെ വലിയ ദോഷം ചെയ്യാറില്ല. അങ്ങനെയുള്ളവരുണ്ട്. അപ്പം അത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതായത് നമ്മൾ ശനിദോഷത്തെ അതിജീവിച്ചവർ ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ആദ്യം പറഞ്ഞു തരുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, മുഴുവൻ കേൾക്കുക. ആദ്യം പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക്. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും, പിന്നെ സ്വയം ചെയ്യാവുന്ന പ്രാർത്ഥനകളും, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഇത് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പക്ഷേ അത് ചെയ്യുന്ന വഴിപാടുകളൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. എല്ലാം ചെറിയ വഴിപാടുകളെ പറയാറുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇങ്ങനെയാണ് സാഹചര്യം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പം പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഇതെല്ലാ വീഡിയോയിലും പറയാൻ കാര്യം, പുതിയതായിട്ട് വീഡിയോ കാണുന്നവരെ, ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും പറയുന്നത്. സാഹചര്യം മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്.
അപ്പോൾ ശനിപ്രീതിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത്. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ അല്പം എള്ളെടുത്ത് ചോറിൻ്റെ കൂടെ കുഴച്ച് ഞാനീ പറയുന്ന ഒരു മന്ത്രം ജപിച്ച് കാക്കയ്ക്ക് കൊടുക്കുക. അത് ഏത് മന്ത്രമാണ്? നമഃശിവായ എന്ന മന്ത്രം. അത് മതി. നമഃശിവായ ജപിച്ചാൽ മതി, ഓം ചേർക്കണ്ട. നമഃശിവായ ജപിച്ച് കാക്കയ്ക്ക് കൊടുക്കുക. നിങ്ങളുടെ ശനിപ്രീതി ഉണ്ടാകും, പിതൃപ്രീതി ഉണ്ടാകും. ഇത് ഇങ്ങനെ ആരും പറഞ്ഞു തരത്തില്ല. ഇപ്പം കാക്കയ്ക്ക് എള്ളു കൊടുക്കുക എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ അല്പം എള്ളെടുത്ത് കുഴയ്ക്കുമ്പോഴും നമഃശിവായ ജപിക്കണം, ഉള്ളിൽ ശിവലിംഗം ധ്യാനിച്ച്. എന്നിട്ട് കാക്കയ്ക്ക് ഇത് കൊടുക്കുമ്പോഴും നമഃശിവായ ജപിച്ച് കാക്കയ്ക്ക് കൊടുക്കുക. നമ്മൾ പിന്നെ അതേക്കുറിച്ച് അതിൻ്റെ ഫലമോ അതിൻ്റെ പുണ്യമോ ഒന്നും ചിന്തിക്കേണ്ട. അങ്ങനെ ഒന്ന് ശനിയാഴ്ച സാധിക്കുന്ന പോലെ കൊടുത്തു നോക്കിക്കേ. നിങ്ങൾക്ക് ശനിപ്രീതി അപ്പോഴേ കൈവരും. ശനീശ്വരൻ നിങ്ങളെ പ്രസാദിക്കും. മാത്രമല്ല പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും. ചെയ്തു നോക്കുക. ലക്ഷങ്ങൾ മുടക്കിയിട്ടും പല കാര്യങ്ങൾ ചെയ്തിട്ടും മാറ്റമില്ലാത്തവർ ഇത് ചെയ്തു നോക്കുക. കളി മാറും. ശനിയുടെ അനുഗ്രഹം ഉണ്ടാവും. ശനി നിങ്ങൾക്ക് എല്ലാം തരും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കാരണം ശനി പിടിച്ചു കഴിഞ്ഞാൽ അത് ഏഴരശനി ആയിക്കോട്ടെ, കണ്ടകശനി ആയിക്കോട്ടെ, ജന്മശനി ആയിക്കോട്ടെ, അഷ്ടമശനി ആയിക്കോട്ടെ, ദശാസന്ധി ശനിയുടെ ദശാസന്ധികളായിക്കോട്ടെ, അല്ലെ ശനി ദശയായിക്കോട്ടെ, ഏതായിക്കോട്ടെ, ശനി ഏത് രീതിയിൽ ശനിയുടെ സ്വാധീനം ഉണ്ടായാലും ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. അതെന്താണെന്നറിയാം. ഒന്നാമത്തെ ലക്ഷണമാണ് അലസത. ശനി എന്ന് പറഞ്ഞാൽ മന്ദൻ എന്നാണ്, പതുക്കെ സഞ്ചരിക്കുന്നതാണ്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു അലസത ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും നമുക്ക് അശ്രദ്ധ മാത്രമല്ല അലസത മാത്രമല്ല അശ്രദ്ധ ഉണ്ടാകും. ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് ശ്രദ്ധിക്കണമെന്നുണ്ട്. ചില കുട്ടികൾ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചില കുട്ടികളുടെ ഞാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ അവർക്ക് കണ്ടകശനിയുള്ള സമയത്തൊക്കെ ആയിരിക്കും അവർക്ക് പഠിക്കാനിരിക്കും, പക്ഷെ പഠിക്കണമെന്നുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ശിവന് ചില വഴിപാടുകൾ പറഞ്ഞു കൊടുത്തു. ഇപ്പം കുറേ ആളുകൾ വാട്സപ്പ് ഇട്ടിട്ടുണ്ട് അവരുടെ പാസ്സായതിൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ. ഒരുപാട് പേര് അത് ഗുണമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പം ശിവന് ചില കാര്യങ്ങൾ ചെയ്തു. അവർക്ക് പരീക്ഷകളിലൊക്കെ വിജയിച്ചു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോഴറിയുന്നേടാ ഇതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും തടസ്സങ്ങൾ ഉണ്ടായെന്ന്. അതങ്ങനെ അറിയത്തുള്ളൂ, ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ ശനി പിടിച്ചാൽ ഒന്ന് കാലതാമസം ഏതൊരു കാര്യത്തിലും, രണ്ട് അശ്രദ്ധ. അതുകൊണ്ട് തന്നെ ഏഴരശനി ആയിക്കോട്ടെ, കണ്ടകശനി ആയിക്കോട്ടെ, ഈ സമയങ്ങളിൽ ചിലപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. അശ്രദ്ധയായിരിക്കും പല കാര്യങ്ങളും. അതുപോലെ തൊഴിൽപരമായിട്ട് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഏഴരശനിയും കണ്ടകശനിയും ഒക്കെ പിടികൂടുമ്പോൾ. തൊഴിൽപരമായിട്ട് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടാം, ചിലർക്ക് തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകാം, ചിലർക്കൊരു സ്ഥാനമാറ്റം ഉണ്ടാകാം, ചിലർക്ക് പുതിയ തൊഴിലിൽ ചെന്നാലും അവിടെ പിടിച്ചു നിൽക്കാനൊരു ബുദ്ധിമുട്ട് വരും. കാരണം മനസ്സ് ടെൻഷനായിരിക്കും ശനി പിടിച്ചു കഴിഞ്ഞാൽ. അത് പ്രത്യേക ഒരു ലക്ഷണമാണ്. പിന്നെ ആവശ്യമില്ലാതെ കേസ് വഴക്കിലൊക്കെ അങ്ങോട്ട് പോയി ചാടും. ഒരു കാര്യമില്ലാതെ ചുമ്മാ ഇരിക്കുന്ന, ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ ഒരുത്തനോട് വെറുതെ ദേഷ്യപ്പെടാനൊക്കെ തോന്നും. ചിലപ്പോൾ ഒരുത്തനെ പിടിച്ച് തള്ളിയാൽ മതി. അത് നമ്മുടെ കാലക്കാരാണ്. അവനെവിടെങ്കിലും പാറ ചെന്ന് അവൻ്റെ തലയിടിച്ച് തീർന്നു പോയാൽ കേസുമായിട്ട് ഞാൻ അതിൻ്റെ പുറകെ നടക്കട്ടെ. ഇങ്ങനെ അബദ്ധങ്ങളും വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികളും അശ്രദ്ധയും അലസതയും ഒക്കെയാണ് ശനി പിടിച്ചു കഴിഞ്ഞാലുള്ളത്. അപ്പം ഞാൻ ഈ വിഷയങ്ങൾ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കാരണം ഏഴരശനിയും കണ്ടകശനിയും ഒക്കെ ഉള്ള പലർക്കും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് പല കാര്യങ്ങളെ അവരൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ ഇതുപോലെ അവനെ കണ്ടകശനിയല്ല ഏഴരശനിയായിരുന്നു. ആ സമയത്ത് ഞാൻ ഇത് ഗ്രഹനില പരിശോധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പയ്യനെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കേണ്ട, ബന്ധുക്കാരടുത്ത് നിർത്തി പഠിപ്പിക്കുക. വീട്ടിൽ നിർത്തി പഠിപ്പിച്ചാൽ അപ്പനുമായി ചിലപ്പോൾ എന്നാങ്കിലും വാക്കുതർക്കം ഉണ്ടായി, എന്നാങ്കിലും അപ്പനെ പിടിച്ച് തള്ളി, അപ്പം വീണു, അപ്പന് വല്ല പറ്റിക്കഴിഞ്ഞാൽ ഈ ചെറുക്കൻ്റെ ജീവിതം പോവും. അപ്പോൾ അത് അവർക്ക് മനസ്സിലായി അതിൻ്റെ അത് കാര്യമുണ്ടെന്ന്. കാരണം ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അവരെന്ത് ചെയ്തു, ഈ പയ്യനെ അവരുടെ ബന്ധുക്കാരുടെ വീട്ടിൽ നിർത്തി പഠിപ്പിച്ചു.
ഇന്ന് അവനെ പഠിച്ച് മിടുക്കനായിട്ട് 50,000 രൂപയ്ക്ക് മേൽ ശമ്പളമുണ്ട് IT ഫീൽഡിൽ. അവൻ്റെ ആ കാലഘട്ടം, മോശം കാലഘട്ടം അങ്ങനെ അങ്ങ് കടന്നുപോയി. അവരുടെ ബന്ധുക്കാർ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു, ഒരു കുഴപ്പമില്ല. ആ അപ്പനും കുഴപ്പമില്ല, അവനും കുഴപ്പമില്ല, എല്ലാവർക്കും നല്ല രീതിയിലുള്ള മാറ്റം. പിന്നെ കുറച്ച് പരിഹാരം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഫലപ്രദമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പലരും ഈ സമയങ്ങളെ അതിജീവിച്ചവരുണ്ട്, പരിപാടികൾ ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ടവരുണ്ട്. അതുകൊണ്ടാണ് ഇതെനിക്ക് ഇത്ര വിശദമായിട്ട് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്ത് പോയ ഒരാൾക്ക് അയാൾ വഴി പറഞ്ഞു തരുന്നതും ആ സ്ഥലമേ കണ്ടിട്ടില്ലാത്ത ഒരാൾ വഴി പറഞ്ഞു തരുന്നതും കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരു അനുഭവമുള്ള ഒരാൾ പറയുന്നതും അനുഭവം ഇല്ലാത്ത ഒരുത്തൻ പറയുന്നതും കേൾക്കുമ്പോഴേ മനസ്സിലാവും. നമ്മൾ പറയുന്നത് ആ ഹൃദയത്തിൽ നിന്നാണ്, കാരണം അനുഭവം ഉള്ളതുകൊണ്ടായി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ശനി പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ശിവന് ചില കാര്യങ്ങൾ ചെയ്താൽ രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം കാക്കയ്ക്ക് എള്ള് ചേർത്ത് പിന്നെ ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ശിവന് ചില കാര്യങ്ങൾ ചെയ്താൽ ആ വ്യക്തികളൊക്കെ രക്ഷപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? തിങ്കളാഴ്ച രാവിലെയും ശനിയാഴ്ച വൈകിട്ടും ശിവന് വെള്ള നിവേദ്യം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യണം. ഒരാഴ്ച ചെയ്താൽ മതിയോ? ഒരു കാര്യമില്ല ഒരാഴ്ച ചെയ്തിട്ട്. ഇത് ആവർത്തിക്കണം, സാധിക്കുന്ന പോലെ അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കണം. അങ്ങനെ ആവർത്തിച്ചവർ 7 ശനി സമയമായിക്കോട്ടെ, കണ്ടക ശനി സമയമായിക്കോട്ടെ, ഏറ്റവും നല്ല രീതിയിൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നപാടാണ് ചെയ്യേണ്ടത്, തിങ്കളാഴ്ച രാവിലെ. അതാണ് അതിൻ്റെ രഹസ്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഭദ്രകാളിക്ക് ചില കാര്യങ്ങൾ ചെയ്താലും ശനി ആ വ്യക്തിയെ തൊടത്തില്ല. അതെന്താണ് ഭദ്രകാളിക്ക് ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച ദിവസം കടുംബായുസം, രക്തപുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല ഇത് ചെയ്യുക. കുളമുള്ള ക്ഷേത്രമാണ്, അവിടെ മലർ കൊണ്ട് മീനോട്ട് നടത്തുക. വെള്ളിയാഴ്ചയും പക്കനാളിനും, വെള്ളിയാഴ്ച പറഞ്ഞാൽ സാധാ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം, പിന്നെ പക്കനാളിനും ആവർത്തിക്കണം. ഇത് ഭദ്രകാളിക്ക് ചെയ്താലും ഈ ശനി പിടിക്കുന്ന സമയങ്ങൾ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു ചെയ്ത ആളുകൾ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും, അത്ഭുതകരമായ മാറ്റം. പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ഹനുമാൻ സ്വാമിക്കാണ്. ഹനുമാൻ സ്വാമിക്ക് ശനിയാഴ്ച വെറ്റിലമാല, അവിൽ നിവേദ്യം ഇത് ചെയ്താൽ ശനി തൊടത്തില്ല. ആ വ്യക്തിക്ക് ആ ശനി പിടിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരാൾ ഇതെല്ലാം കൂടെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രമാണ്, നിങ്ങൾ ഭദ്രകാളിക്ക് പറഞ്ഞ കാര്യം ചെയ്യണം. നിങ്ങളുടെ അടുത്ത് ഹനുമാൻ്റെ ക്ഷേത്രം ഉണ്ട്, ഹനുമാൻ ചെയ്താൽ മതി. എല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നല്ല ഈ പറയുന്നത്. നമ്മുടെ വീഡിയോ പല ആളുകളാണ് കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ പലർക്കും പലതായിരിക്കും പറ്റുന്നത്. ആ നിലയിലാണ് പറയുന്നത്. അവനവന് ആവശ്യമുള്ളത് ചെയ്യുക. ഒന്നിലധികം കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. കാരണം അവനവന് പറ്റുന്നത് ചെയ്യുക. ഏത് ചെയ്താലും അത് ശനിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകാനും ശനി ആ വ്യക്തിയെ തൊടത്തില്ല. അവിടെ ഹനുമാൻ സ്വാമിക്ക് ചെയ്യുന്നത് വളരെ ഉചിതമായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഗണപതി ഭക്തരെയും ശനി ഉപദ്രവിക്കത്തില്ല. അതിന് ചെയ്യേണ്ട കാര്യം, ഗണപതിക്ക് വെള്ളിയാഴ്ച കറുകമാലയും മുക്കുറ്റിമാലയും സമർപ്പിക്കുക. ഗണപതിക്ക് ഏതെങ്കിലും നേദ്യം അവിടെ തിരുമേനിയോട് ചോദിച്ചിട്ട് നേദ്യങ്ങൾ സമർപ്പിക്കാം. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിച്ചാൽ വളരെ നല്ലതാണ്. ഗണപതി പ്രീതിയുള്ളവരെ ശനി തൊടത്തില്ല, മാത്രമല്ല ശനി അനുഗ്രഹിക്കും. നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. അത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുന്ന വളരെ ഐശ്വര്യപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അല്ലാതെ അവിടെ ഇവിടെയും കേൾക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത്. ഞാൻ ഇന്നേവരെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടില്ല, അനുഭവമുള്ള കാര്യങ്ങൾ. കാരണം ഞാൻ ആളുകളെ കൺസൾട്ട് ചെയ്ത ആളുകൾ പറഞ്ഞു കൊടുത്ത് മാറ്റമുണ്ടായവരെല്ലാം അവരുടെ അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തിക്കുന്ന അനുഭവങ്ങളായി പറഞ്ഞു തരുന്നത്. അതങ്ങനെയുള്ളവർക്കേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതാ ചെയ്തുള്ളൊരു പരിചയം വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അറിവല്ല, ഇത് തിരിച്ചറിവാണ്. അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കൃത്യം ഫലമുണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഗണപതിക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നതല്ല. പിന്നെ അയ്യപ്പന് ശനിയാഴ്ച വൈകിട്ട് അയ്യപ്പന് നെയ്വിളക്ക് സമർപ്പിക്കുന്നതല്ല. നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് ശനി തൊടത്തില്ല. മാത്രമല്ല അയ്യപ്പന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിവേദ്യം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിവേദ്യം കൂടെ വൈകിട്ട് സമർപ്പിക്കാൻ പറ്റുന്ന സമർപ്പിക്കുക. ശനിയാഴ്ചകളിൽ വൈകുന്ന പാട് നെയ്വിളക്കും
അവിടെ അപ്പോഴെന്ത് നിവേദ്യം പറ്റുന്നുണ്ടോ ആ നിവേദ്യം കൂടെ ചെയ്യുക. നെയ്വിളക്ക് തന്നെ ചെയ്താലും മാറ്റം വരും. ഇനി നിവേദ്യമുണ്ട്, നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ വൈകിട്ട് എന്തെങ്കിലും നിവേദ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ ചെയ്താൽ നന്നായിരിക്കും. ശനിയാഴ്ചകൾ ആവർത്തിക്കണം. ഏത് ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ആവർത്തിക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാകും. അപ്പം നമ്മൾ ദിവസവും നമ്മൾ ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ടല്ല ബാക്കി ദിവസവും എല്ലാം ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ദിവസവും ആഹാരം കഴിക്കുന്നുണ്ട്, നമ്മൾ ദിവസവും ചിന്തിക്കുന്നുണ്ട്, ദിവസവും ഉറങ്ങുന്നുണ്ട്, ദിവസവും ഉണരുന്നുണ്ട്, ദിവസവും നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ ദിവസവും എപ്പോഴും ശ്വാസം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥനയെ എപ്പോഴും വേണം. പിന്നെ നമുക്ക് ക്ഷേത്രത്തിൽ ദിവസവും പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആഴ്ചയിലെന്ന് പറയുന്നത്. അപ്പോൾ അതും ആവർത്തിക്കുമ്പോഴേ ഐശ്വര്യങ്ങൾ നിലനിൽക്കത്തുള്ളൂ. ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. എല്ലാം അങ്ങനെ, എല്ലാം ആവർത്തനമാണ് ജീവിതത്തിൽ. ഒരു തവണ ചെയ്തുകൊണ്ട് ഒന്ന് താൽക്കാലികം ഒരു ഫലം കിട്ടുമെന്നേ ഉള്ളൂ. ഐശ്വര്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ആഴ്ചയിലൊന്നെങ്കിലും ആവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക. ചിലർ ചോദിക്കാറുണ്ട്, സാറേ ഞാനത് എത്ര തവണ ചെയ്യണമെന്ന് ആദ്യം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഒരു തവണ ചെയ്താൽ മതി എന്നുണ്ട്, ഒരു തവണ ചെയ്യുക. അല്ല നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്കത് ചെയ്തിട്ടൊരു ഫലം വേണമെന്നുണ്ടെങ്കിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഫലം നിങ്ങൾക്ക് അത്രയും മതി എന്നുണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ അത് അവനവൻ്റെ ഇഷ്ടമാണ്, അവനവൻ്റെ താല്പര്യമാണ്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതതിൻ്റെ അകത്ത് ഏറ്റവും ഞാൻ പറയുന്ന വാചകം. ഇപ്പോൾ ഈ എത്ര തവണയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വലിയ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. എനിക്കും ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഈ തവണ ചോദിക്കുന്നവരോട് ഞാനതാ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. എനിക്ക് വേണ്ടി ചെയ്യണ്ട, അവനവന് വേണം ചെയ്താൽ മതി. ആദ്യം കണക്കാണ് ചോദിക്കണം. അപ്പോൾ അവർക്ക് ഒരു കാര്യം അറിയത്തില്ല, ബാക്കിയുള്ള കാര്യത്തിന് വല്ല കണക്ക് നോക്കുന്നുണ്ടോ? നമ്മൾ ദിവസവും എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ നിലനിന്ന് പോകുന്നത്. അല്ല ഞാൻ ഇന്ന് ഞാൻ ആഹാരം കഴിക്കുന്നില്ല, നാളെ ആഹാരം കഴിക്കുന്നില്ല, ഇത് ചിന്തിക്കുന്നില്ലല്ലോ. എന്നും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ പ്രാർത്ഥനയും എന്നും ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ എന്നും ചെയ്യാൻ ബുദ്ധിമുട്ട്, ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആഴ്ചയിലെങ്കിൽ ഒന്ന് പോയി ചെയ്യാൻ പറഞ്ഞാൽ അതിനും വയ്യെന്നുണ്ടെങ്കിൽ വേണ്ട, അത് അവനവൻ്റെ ഇഷ്ടം. അപ്പോൾ പറ്റുന്നവർ ചെയ്യട്ടെ, അവർക്ക് അതിന് ഗുണം കിട്ടും. അത് അവർക്ക് ആവശ്യം. അതേ ഞാൻ പറയാറുള്ളൂ. ഇനി സർപ്പത്തിന് നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും പെട്ടെന്ന് മാറ്റം വരും, ശനിപ്രീതി വരും. അതെങ്ങനെ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിക്കുമ്പോൾ ശനിപ്രീതി വരുന്നത്? നാഗരാജാവ് ഒരു പ്രാർത്ഥന ചെന്നു കഴിഞ്ഞാൽ അത് നേരെ ശിവൻ്റെ അടുത്ത് ചെല്ലും. ഭഗവാന് അതിനെ നിവർത്തിയാക്കി കൊടുക്കും. അങ്ങനെയാണ് ശനിപ്രീതി വരുന്നത്. അപ്പം നാഗരാജാവിനോടൊരു കാര്യം പറഞ്ഞാൽ അത് ഭഗവാന്റെ അടുത്ത് ചെല്ലും, ശിവഭഗവാന്റെ അടുത്ത്. അവിടെ ആ കാര്യം നിവൃത്തിയായിരിക്കും. നന്ദിദേവരോട് നാഗരാജാവിനോടൊക്കെ പ്രാർത്ഥിച്ചാൽ അതെല്ലാം ശിവഭഗവാന്റെ അടുത്ത് ചെല്ലും. അവിടെ കൊണ്ട് അത് ഭഗവാനെ സാധിച്ചു കൊടുക്കും. അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം കേട്ടോ. അപ്പം ഈ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിക്കുന്നതും വളരെ പെട്ടെന്ന് ശനിപ്രീതി ഉണ്ടാകും, ശനിയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും. പിന്നെ നാഗരാജാവിന് ഒരു നിവേദ്യം, പായസ നിവേദ്യം കൂടെ കൊടുത്തേക്കണം പറ്റുവാണെങ്കിൽ. അത് ഞായറാഴ്ച ചെയ്യുന്ന നല്ലതാണ്. ഞായറാഴ്ച നാഗക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് നാഗരാജാവിന് തെളിയിച്ച് എനിക്ക് ബുദ്ധിമുട്ടാണ്, എൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണമെന്ന് പറയുക. പിന്നെ പറ്റുമെങ്കിൽ ഒരു നാഗരാജാവിന് ഇഷ്ടമുള്ള പായസം കൂടെ കൊടുക്കുക. ഇത് പറ്റുന്ന പോലെ ഞായറാഴ്ചകൾ ആവർത്തിക്കുക. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്താൽ മതി. ഒന്നോ രണ്ടോ കാര്യം എല്ലാവരും ചെയ്യണമെന്നല്ല കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നാഗക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി ചെയ്യുക. അല്ല നിങ്ങളുടെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ ഭദ്രകാളിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ അടുത്ത് ശിവക്ഷേത്രമാണെങ്കിൽ ശിവന് ചെയ്താൽ മതി. നിങ്ങളുടെ സൗകര്യം പോലെ, നിങ്ങളുടെ സാഹചര്യം പോലെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ശനിപ്രീതി ഏറ്റവും ഉണ്ടാകാൻ ഒരു കാര്യം, നമ്മൾ സമയനിഷ്ഠ പാലിക്കുക. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് രാവിലെ 9 മണിക്ക് കയറണമെന്നുണ്ടെങ്കിൽ 9 മണിക്ക് തന്നെ ജോലിക്ക് കയറുക. നിങ്ങൾക്ക് ചിലപ്പോൾ ശമ്പളം കുറവായിരിക്കും എന്ന് കരുതി ജോലിയിൽ ഉഴപ്പ് കാണിക്കരുത്. ആ സമയനിഷ്ഠ പാലിച്ചാൽ ശനി ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയിരിക്കും. ഉറപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ആ സമയനിഷ്ഠ, ജോലിയിൽ കൃത്യത, ഈ സമയനിഷ്ഠ പാലിക്കുന്നവരെ ശനി പെട്ടെന്ന് അനുഗ്രഹിക്കും. വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലാൻ ഒരാൾ പറഞ്ഞാൽ ആ സമയത്ത് ചെല്ലുക. നിങ്ങളൊരു ജോലിയാണെങ്കിൽ ആ ജോലിയിൽ ആ കൃത്യനിഷ്ഠതയോടെ ജോലി ചെയ്യുക. ഉറപ്പായിട്ട് ശനി നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. ശനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. സമയനിഷ്ഠ പാലിക്കുന്നവരെ ശനി രക്ഷപ്പെടുത്തിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഞാൻ സത്യമായിട്ട് എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ്. 2 നീല വസ്ത്രം ശനിപ്രീതി പെട്ടെന്നുണ്ടാകും. ഇപ്പം കറുപ്പ് ശനിപ്രീതി ഉണ്ടാകുന്നതാണ്. പക്ഷേ അനുഭവത്തിൽ ഞാൻ പറയുന്നു, നീല വസ്ത്രം പെട്ടെന്ന് ശനിയുടെ അനുഗ്രഹം ഉണ്ടാകും. പരീക്ഷിച്ചു നോക്കിക്കോ.
അതുപോലെ കറുപ്പും നല്ലത് തന്നെയാണ്, പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം നീലയാണ് കുറച്ചുകൂടി നല്ലത് ശനിപ്രീതി പെട്ടെന്നുണ്ടാകാൻ. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. അതുപോലെ സമയനിഷ്ഠയുടെ കാര്യം നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. ഒരു ദിവസം സമയനിഷ്ഠ പാലിച്ചാലല്ല, അത് ആവർത്തിക്കണം, ദിവസവും കൃത്യത പാലിക്കണം ജീവിതത്തിൽ, സമയനിഷ്ഠ. ആ വ്യക്തിയെ ശനി രക്ഷപ്പെടുത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട. ആർക്ക് തൊഴിലില്ലേലും ഈ സമയനിഷ്ഠ പാലിക്കുന്നവന് തൊഴിൽ കാണും. സത്യമായിട്ട് ഞാൻ പറയുന്നു, ഒരിക്കലും തൊഴിലിന് ബുദ്ധിമുട്ട് വരത്തില്ല. എനിക്ക് അങ്ങനെ ധാരാളം ആളുകളെ അറിയാം. ചെറിയ തൊഴിലായിക്കോട്ടെ വലിയ തൊഴിലായിക്കോട്ടെ ധാരാളം ആളുകളെ അറിയാം. ശമ്പളം കൂടുതലോ കുറവൊന്നും നോക്കണ്ട. ശമ്പളം കുറവാണെങ്കിൽ വേറെ ജോലി പോയി നോക്കണം. നിങ്ങൾ ജോലി ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യനിഷ്ഠ പാലിക്കണം. 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് തന്നെ ചാർജ് എടുക്കണം. 9:30 എന്ന് പറഞ്ഞാൽ 9:30 തന്നെ ജോലി തുടങ്ങിയിരിക്കണം. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ സത്യസന്ധത പാലിക്കണം. ശനി ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയിരിക്കും. സത്യമായിട്ട് ഞാൻ പറയുന്നു, ജോലി 2 രീതിയിൽ ചെയ്യാം. 1, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. 2, ജോലി ചെയ്യാൻ വേണ്ടി ചെയ്യാം. ഇങ്ങനെ 2 രീതിയിൽ ചെയ്യാം. ജോലിയോട് നമ്മളൊരു സത്യസന്ധത പാലിച്ചാൽ ശനി ആ വ്യക്തിയെ ഉയർത്തിയിരിക്കും, യാതൊരു സംശയം വേണ്ട. അതുപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു വ്യക്തിയോട് ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം. ഞാൻ ഒരാളുടെ ഒരു വർക്ക് ചെയ്യാനെടുത്താൽ ഞാൻ അവിടെ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. അത് ഏറ്റവും സത്യസന്ധമായിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവോ അത് പറഞ്ഞു കൊടുത്താണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. കൊറോണ സമയത്ത് പോലും 14 ദിവസം കൊറോണ വന്ന് ഞാൻ കിടപ്പായതല്ലാതെ ഫുൾ ടൈം എനിക്ക് വർക്കുണ്ടായിരുന്നു. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. എനിക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടേ ഇല്ല. കാരണം എന്നാണെന്നറിയോ, ഞാൻ ഒരു വർക്ക് എടുക്കുമ്പം വേറൊന്നും ചിന്ത എനിക്കില്ല. എനിക്ക് ചിലപ്പോൾ ഒരുപാട് വർക്കുകൾ ഞാൻ ഡേറ്റ് അനുസരിച്ച് എടുത്തിട്ടുണ്ടായിരിക്കും, അതൊന്നും എൻ്റെ മനസ്സിലില്ല. ആ എടുക്കുന്ന വർക്ക് മാത്രം, ആ ഗ്രഹനില, ആ സംഖ്യാജ്യോതിഷം, ആ ഹസ്തരേഖ, ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അവർക്ക് എന്തെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്നു അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ. അതിനോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥ കാണിച്ചാൽ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നേ വരെ വെറുതെ ഇരിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. അത് എപ്പോഴും ഒരു വർക്ക് ചെയ്യുമ്പോൾ അടുത്ത 10, 50, 100 വർക്ക് വന്നു വരും. അതെല്ലാം ഡേറ്റ് ഇട്ട് കൊടുക്കും. അത് തീരുന്നതിന് മുമ്പ് അടുത്ത് വരും. അങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് വെറുതെ ഇരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അതിനൊരു സത്യമുണ്ട്. ഞാനത് എൻ്റെ സംതൃപ്തിയാണ്. ആദ്യ കാലങ്ങളിൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്ര വിശദമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന്. എന്നോട് പലരും സുഹൃത്തുക്കൾ ഇത് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത്ര വിശദമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് സംതൃപ്തിയുണ്ട്. ഞാനങ്ങനെ പറയുന്നതുകൊണ്ട് ഈശ്വരൻ എനിക്ക് വെറുതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇന്നവരെ. ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് പോകാറില്ല, കാരണം എനിക്ക് സമയമില്ല. ഒരു കാര്യത്തിനും പോകാറില്ല. കാരണം എനിക്ക് ഒരു വർക്ക് തീരുമ്പം 10, 50, 30 വർക്ക് ഇപ്പുറത്ത് പോകുന്നു. അതങ്ങനെ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനെല്ലാം ഡെയിലി വിടും. ഇത് എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ അതിനോട് കാണിക്കുന്ന സത്യസന്ധത. അതുകൊണ്ടാണ്. ചിലപ്പോൾ എൻ്റെ തൊണ്ടയൊക്കെ എങ്ങും വല്ലാതായിട്ടായിരിക്കും ഞാൻ ഈ വോയിസ് വാട്സപ്പിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഞാൻ അതൊന്നും കണക്ക് കൂട്ടാറില്ല. ചിലപ്പോൾ എനിക്ക് നടുവിന് വേദന കൊണ്ട് വയ്യായിരിക്കും. പക്ഷെ എന്നാലും ആ ചെയ്യുന്ന കാര്യം അത് എന്നെക്കൊണ്ട് എത്ര സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നു അങ്ങനെയുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുക, വിശകലനം ചെയ്ത ശേഷം. ഞാൻ സത്യസന്ധമായ കാര്യം പറയാം. നിങ്ങളുടെ ജോലിയിൽ എന്ത് ജോലി ആയിക്കോട്ടെ, ജോലി വലുതോ ചെറുതോ, ശമ്പളക്കുറവോ ശമ്പളക്കൂടുതലോ ഒന്നുമല്ല, നിങ്ങൾ അതിനോട് ഇന്ന് മുതൽ ആത്മാർത്ഥത കാണിച്ചു തുടങ്ങിയാൽ നിങ്ങളെ ശനീശ്വരൻ ഉയർത്തും. നിങ്ങൾക്കൊരിക്കലും പണിയില്ലാതെ വരത്തില്ല. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഞാനിത് സത്യസന്ധമായ അത്ഭുതകരമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. സത്യസന്ധമായ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ അറിയത്തില്ല. നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോ. ജോലി ചെറുതോ വലുതോ എന്നോ എന്ത് ജോലിയെന്നല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് നിങ്ങൾ സത്യസന്ധത പുലർത്തിയാൽ വേറൊന്നും ചിന്തിക്കണ്ട. അത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും, കുറച്ച് കൂടുതൽ അതിനോട് ആത്മാർത്ഥത കാണിക്കേണ്ടി വരും. പക്ഷേ നിങ്ങളെ ആ ശനീശ്വരൻ ഉയർത്തും, യാതൊരു സംശയം വേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടത് ജീവിതം എന്നേക്കുമായി രക്ഷപ്പെടും. ചുമ്മാ അതും ഇതും ഒന്നും അറിഞ്ഞുകൊണ്ടോ
ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം പൊട്ടത്തരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പുറകെ പോകരുത്. പറയുന്നവനും അറിയാം, ചെയ്യുന്നവനും അറിയാം, കേൾക്കുന്നവനും അറിയാം പൊട്ടത്തരമാണ്. അങ്ങനെയുള്ള അറിവുകളുടെ പുറകെ പോകരുത്. ഇങ്ങനെയുള്ള സത്യസന്ധമായ കാര്യങ്ങളുടെ പുറകെ പോകാവുള്ളൂ. അതുകൊണ്ട് ജീവിതം മാറത്തുള്ളൂ. സത്യസന്ധമായ കാര്യങ്ങൾ. കുറേ വിഡ്ഢിത്തരങ്ങളുടെ പുറകെ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം എന്നാണെന്നറിയോ? വിഡ്ഢികൾ പറയുന്നത് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. സത്യസന്ധമായ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. ഏതൊരാളൊരു കാര്യം പറഞ്ഞാലും എടാ അത് യുക്തി ഉണ്ടോ അതിൻ്റെ അകത്ത്, നല്ല കാര്യമാണോ എന്ന് ചിന്തിച്ചിട്ടേ നിങ്ങളതിനെ സ്വീകരിക്കാവുള്ളൂ. എന്തൊക്കെ മണ്ടത്തരങ്ങളായി പലയിടത്തും കേൾക്കുന്നത്, ശുദ്ധ മണ്ടത്തരങ്ങൾ. എന്തെല്ലോ പറയുന്നു, അങ്ങനെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ. ഇത് പറയുന്നതിനും അറിയാം, കേൾക്കുന്നതിനും അറിയാം ഇതൊന്നും മണ്ടത്തരമാണ്. പക്ഷേ എങ്കിലും ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുക. ഇപ്പം ഞാനെന്നല്ല, ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുള്ള, നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ മാത്രം ആ കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. ഇതെല്ലാം നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ശുദ്ധ അബദ്ധങ്ങളുടെ പുറകെ, വിഡ്ഢിത്തരങ്ങളുടെ പുറകെ പോകരുത്. വിഡ്ഢിത്തരങ്ങളുടെ പുറകെ അല്ലെങ്കിൽ വിഡ്ഢികളുടെ പുറകെ പോയവരാരും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. അത് ഏത് കാര്യത്തിലാണെങ്കിലും. വിഡ്ഢികളുടെ ഉപദേശം കേൾക്കുന്നവരാരും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. എങ്ങനെ രക്ഷപ്പെടാനാണ്? അപ്പം നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. അബദ്ധങ്ങളുടെ പുറകെ പോകരുത്. ഒരുപാട് അബദ്ധങ്ങൾ, നമ്മൾ ജനിച്ചപ്പം തൊട്ട് പല അബദ്ധങ്ങൾ ഇവരെല്ലാം അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചെറുപ്പം മുതലേ പറയും. ഒന്നിനും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം കണി കാണുന്ന പോലും അതിനൊന്നും അടിസ്ഥാനമില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഈ കണി കണ്ടാൽ നല്ലതാ, ആ കണി കണ്ടാൽ നല്ലതാ എന്ന കാര്യമുള്ള കാര്യമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചിട്ട് ശരിയെന്ന് തോന്നുന്ന കാര്യത്തെ മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. എൻ്റെ ഏത് വീഡിയോ കണ്ടാലും യുക്തിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാറില്ല. എനിക്കതൊരു ബോധ്യമുള്ള, അതിൻ്റെ പുറയിൽ ഏതെങ്കിലും ഒരു ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ പലപ്പോഴും അത് ആളുകൾ കാണണമെന്നില്ല. എൻ്റെ ഇപ്പോൾ ഏത് വീഡിയോയ്ക്ക് നോക്കി 6000-7000 പേരൊക്കെ കണ്ടു കഴിഞ്ഞ് വീഡിയോ അങ്ങ് നിൽക്കും, പിന്നെ ഓടത്തില്ല. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? അത് അത്ര നല്ല ഗുണമുള്ള കാര്യമായതുകൊണ്ടാണ്. ചുമ്മാ മണ്ടത്തരം ഇടുകയാണെങ്കിൽ ചിലപ്പം ലക്ഷങ്ങൾ വരും. കാരണം ആളുകൾക്ക് ഈ അബദ്ധങ്ങളുടെയും മണ്ടത്തരങ്ങളുടെയും പൊട്ടത്തരങ്ങളുടെയും പുറകെ പോകാനാണ് ഇഷ്ടം. കാരണം ഇത് കാണുന്നവനും അറിയാം, പറയുന്നവനും അറിയാം. പിന്നെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ഒരു ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ ഒരു ആവേശമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ചുറ്റുമാണേലും എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു തട്ടിപ്പിൽ പോയി വീണ് ചാടിയവനും പിന്നെയും പോയി തട്ടിപ്പിൽ പോയി ചാടുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം സ്വയം ചിന്തിക്കുന്നില്ല. എത്ര അബദ്ധം പറ്റിയാലും പഠിക്കത്തില്ല. എന്നാൽ നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കത്തുമില്ല. അത് കേൾക്കത്തില്ല. നല്ല അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളുമാണ് അതിൻ്റെ പുറകെ പോകും. ഒരു തട്ടിപ്പ് വീണാലും വീണ്ടും പോയി ആ തട്ടിപ്പിൽ തന്നെ വീണ് കഴിഞ്ഞാൽ അവനെ ഈശ്വരന് പോലും രക്ഷിക്കാൻ പറ്റുമോ? സ്വന്തം ബുദ്ധി പ്രവർത്തിക്കാത്തവനെ ആർക്ക് രക്ഷിക്കാൻ പറ്റും? ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. ഈശ്വരനെ രക്ഷിക്കാൻ പറ്റത്തില്ല. സ്വന്തം ബുദ്ധി പ്രവർത്തിക്കാത്തവർ, തിരിച്ചറിവില്ലാത്തവർക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റും? രക്ഷിച്ചിട്ട് തന്നെ കാര്യം. തിരിച്ചറിവില്ലാത്തവർ നമ്മുടെ ബുദ്ധി എപ്പോഴും ഉപയോഗിക്കണം. അപ്പോൾ അത് ഞാനെന്നല്ല, ആര് പറഞ്ഞാലും നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള നല്ല കാര്യങ്ങൾ മാത്രം ഞാൻ പറയാറുള്ളൂ. അപ്പം ഇതാണ് ശനീശ്വരൻ്റെ അനുഗ്രഹം കിട്ടാൻ. പിന്നെ ദാനധർമ്മങ്ങൾ ഏറ്റവും നല്ലതാണ് ശനീശ്വരൻ്റെ അനുഗ്രഹം കിട്ടാൻ. കാരണം ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാണ് ഏറ്റവും ശുദ്ധമാകുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ശുദ്ധ മനസ്സിൽ എപ്പോഴും ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടാകും. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ദാനധർമ്മം ചെയ്താൽ ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അനുഭവമുണ്ട് കേട്ടോ. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്താണ് പറയുന്നത്. കണ്ടറിവോ കേട്ടറിവോ എന്നല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനം. ശനിയാഴ്ച ദാനധർമ്മങ്ങൾ ഇന്നും ഞാൻ പറ്റുന്ന പോലെ ശനിയാഴ്ച എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാറുണ്ട്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ശനിയാഴ്ച ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനീശ്വരൻ അനുഗ്രഹം ഉണ്ടാകും. ഇനിയിപ്പം ഒരു ദാനധർമ്മം ചെയ്യാൻ
ശനിയാഴ്ചയെന്നോ വെള്ളിയാഴ്ചയെന്നോ വ്യാഴാഴ്ചയെന്നോ നോക്കേണ്ട കാര്യമില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്നെങ്കിൽ, അർഹരായ ഒരാൾക്ക് ശരിയെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, നമ്മളെക്കൊണ്ട് പറ്റുന്നെങ്കിൽ ആഴ്ചയും നാളും നോക്കണ്ട, അവിടെ ദാനധർമ്മം ചെയ്തേക്കണം. പിന്നെ അതിൻ്റെ കൂടെ ശനിയാഴ്ച ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ദാനധർമ്മം ചെയ്യുന്നതിന് നാളോ സമയമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു ഉപകാരം ചെയ്യുക.